ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 3 12ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വാൾമറിയെ തിരിച്ചു പിടിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ മതിലുകൾ ടൈറ്റനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ മിഷൻ കണ്ടുപിടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കെനി അക്കർമേനെയാണ്. മരിക്കുന്നതിന് മുൻപായിട്ട് ടൈറ്റൻ ആവാനുള്ള ആ ഇഞ്ചക്ഷൻ ക്യാപ്റ്റൻ ലീവായിക്ക് കൊടുക്കുവാണ് കെനി. ഹേയ്, ആ കുപ്പിക്കകത്ത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ച് ഡാരിറ്റ് സക്ലി അങ്ങോട്ട് വരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. എറിനും ഹിസ്റ്റോറിയും പറഞ്ഞതനുസരിച്ച് ടൈറ്റനുകളുടെ നട്ടലിൽ നിന്നും കിട്ടുന്ന ഒരു തരം ലിക്വിഡാണത്. മാത്രമല്ല ഓക്സിജനുമായിട്ട് അത് കോണ്ടാക്ട് ആവുന്ന സമയത്ത് ആവിയായി പോകുന്നുണ്ട്. സോ നിലവിൽ അത് റിസർച്ച് ചെയ്യുന്നത് അസാധ്യമാണ്. ഇതുണ്ടാക്കിയത് ആരാണെങ്കിലും അവരുടെ ടെക്നോളജി നമ്മളെക്കാൾ എത്രയൊക്കെയോ മുൻപിലാണ്. ഇത് കേട്ട് പിക്സസ്, അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആരെയാണ് വിശ്വസിച്ചേൽപ്പിക്കുക? എർവിൻ, നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുവാണ് സക്ലി. ഇല്ല, ഞാൻ വെറും ഒരു പരിക്കേറ്റ സൈനികൻ മാത്രമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവുള്ള ഒരാളെ വേണം ഇത് ഏൽപ്പിക്കാൻ. ലീവായ്, നിന്നെ കൊണ്ട് പറ്റുമോ? ഓ, ഓർഡർ ആണെങ്കിൽ ആ രീതിയിൽ പറയണം. എന്തിനാണ് വെറുതെ ഒരു ചോദ്യമാക്കുന്നത്? ഇത് ഉപയോഗിക്കേണ്ട സാഹചര്യം മുൻകൂട്ടി നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ നിമിഷത്തെ തീരുമാനം നിന്റേതായിരിക്കും. ആർക്കാണ് എപ്പോഴാണ് ഇത് നൽകേണ്ടതെന്ന് നീ മാത്രമായിരിക്കും തീരുമാനിക്കേണ്ടത്. നിന്നെ കൊണ്ടതിന് പറ്റുമോ എന്ന് വീണ്ടും ചോദിക്കുവാണ് കമാൻഡർ എർവിൻ. നിന്റെ ഈ സ്വപ്നം നടന്നു കഴിഞ്ഞാ പിന്നെ നീ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് ലീവായി തിരിച്ചു ചോദിക്കുന്നു. എനിക്കറിയില്ല, അത് അപ്പോഴത്തെ കാര്യമല്ലേ. ഓ, മനസ്സിലായി. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നീട് നമ്മൾ കാണുന്നത് ഷാഡിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി എഴുതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഹാൻജി കമാൻഡർ എർവിന്റെ അടുത്തോട്ട് വരുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എറിന്റെ അച്ഛൻ ഗ്രിഷിയേഗർ മതിലിന്റെ പുറത്തുള്ള ഒരു ലോകത്തു നിന്നുമാണ് ഇങ്ങോട്ട് വന്നത്, അല്ലേ? അതെ, ആനിയെയും റെയ്നറിനെയും ബെർഡോൾഡിനെയും പോലെ അദ്ദേഹത്തിനും ടൈറ്റൻ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവരെ പോലെ ആയിരുന്നില്ല അദ്ദേഹം. ഈ മതിലുകൾക്കുള്ളിൽ കാലുകുത്തിയ അന്നു മുതൽ ശരിക്കുള്ള രാജകുടുംബത്തെ കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ഒരു കാര്യം ഒരാൾക്ക് ഒറ്റയ്ക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദൗത്യമായിരുന്നില്ല. ഇതേ അച്ഛൻ തന്നെയാണ് സർവേ കോപ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന തന്റെ 10 വയസ്സുള്ള മകന് വീടിന്റെ അടിയിലെ ബേസ്മെന്റ് കാണിച്ചു കൊടുക്കാൻ തയ്യാറായത്. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇതിനുള്ള എല്ലാത്തിന്റെയും ഉത്തരം ആ ബേസ്മെന്റിന്റെ അടിയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത് എന്ന് ചോദിക്കുവാണ് ഹാൻജി. ഒരു പക്ഷേ പറയാൻ പറ്റാത്ത ഒന്നായിരിക്കും. അല്ല, ഗ്രിഷിയേഗറിന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും പറയാൻ പറ്റാത്ത ഒന്ന്. ആദ്യത്തെ റേസ് രാജാവ് നമ്മുടെ ഓർമ്മകളിൽ നിന്നും പുറത്തുള്ള ലോകത്തെപ്പറ്റി മറച്ചു കളഞ്ഞ എന്തോ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുവാണ് എർവിൻ. സോ 2 ദിവസത്തിനകം സിഗാഷനിലോട്ട് പോകാൻ വേണ്ടി അവരെല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ബേസ്മെന്റിന്റെ അകത്ത് എന്താണെങ്കിലും അത് നമുക്ക് നേരിട്ട് തന്നെ പോയി നോക്കാം. പിന്നീട് ഹാൻജിയും മറ്റുള്ളവരും അവിടെ നിന്നും പോയതിനു ശേഷം ലീവായി ആ റൂമിന്റെ ഡോർ അടക്കുന്നു. ഇത് കുറച്ച് നേരത്തെയാണെന്ന് എനിക്കറിയാം, പക്ഷേ വാൾമറിയെ തിരിച്ചു പിടിച്ചതിന് ശേഷം എന്താണ് നിന്റെ ശരിക്കുള്ള ലക്ഷ്യം? നമ്മളെ എല്ലാവരെയും ടൈറ്റനുകൾ തിന്നുവെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾ മതിലുകൾക്ക് പുറത്തുണ്ട്. അതാരാണെന്ന് ഒരു പക്ഷെ ആ ബേസ്മെന്റിന് പറയാൻ സാധിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ആ സമയമാകുമ്പോ നീ ജീവനോടെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. നിനക്കിപ്പോ പഴയതുപോലെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ കമന്റ്സും ഹാൻജിക്ക് കൈമാറ്. നല്ലൊരു ന്യൂസിനായിട്ട് നിനക്ക് ഇവിടെ കാത്തിരുന്നാ പോരെ എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ ലീവായ്. പറ്റില്ല, ഇരയായിട്ട് എന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാൻ മരിച്ച എനിക്ക് പകരം കമന്റ്സ് എല്ലാം ഹാൻജി ഏറ്റെടുക്കും. ഹാൻജി മരിച്ച വേറൊരാൾ. ശരിയാണ്, ഈ ഓപ്പറേഷൻ അപകടം പിടിച്ചത്. പക്ഷേ മനുഷ്യരാശിയെ സംബന്ധിച്ച് ഇതാണ് പ്രധാനം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും പരിശ്രമിച്ചതും. ഇതെല്ലാം എന്റെ പ്ലാനിന്റെ ഭാഗമാണ്. ഒരു പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കുറവാ. ശരിയാണ്, ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. പക്ഷേ ആ പരാജയത്തിനോടൊപ്പം നീ കൂടെ മരിച്ചാൽ എല്ലാം ഇതോടെ തീരും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്താൽ മതി. ടൈറ്റനുകൾക്ക് അതിലും വലിയൊരു ഭീഷണിയില്ല. മനുഷ്യരാശിക്ക് അതിലും വലിയൊരു നേട്ടവുമില്ല. ഏയ്, അങ്ങനെയല്ല. ഇവിടെ വിജയിക്കാനുള്ള മികച്ച വഴി ഒരു ഭാഗ്യപരി. ഇനിയൊരു തവണ കൂടി നീ അത് പറഞ്ഞ നിന്റെ കാല് രണ്ടും ഞാൻ തല്ലിയൊടിക്കും. ഞാൻ വാൾമറിയെ തിരിച്ചു പിടിക്കുന്ന സമയത്ത് നീ ഇവിടെ കിടന്ന് മോങ്ങേണ്ടി വരും എന്ന് പറയുവാണ് ലീവായ്. നീ പറഞ്ഞത് ശരിയാണ്. മുറിവേറ്റ ഒരു സൈനികൻ യുദ്ധകളത്തിൽ തുടരാൻ പാടില്ല. എന്നാലും ഈ ലോകത്തിന്റെ സത്യമെല്ലാം കണ്ടെത്തുന്ന സമയത്ത് എനിക്ക് വെറുതെ ഈ റൂമിനകത്തിരിക്കാൻ സാധിക്കില്ല. ശരി, നിന്റെ തീരുമാനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവായ് അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്.
വാൾമാറിയുടെ തകർച്ചയ്ക്ക് ശേഷം ഭക്ഷ്യ ഉൽപ്പന്നം ഗണ്യമായി കുറഞ്ഞിരുന്നു. കന്നുകാലികളെ വളർത്താനായി ആവശ്യത്തിന് ഭൂമി ഇല്ലാത്തതുകൊണ്ട് ഇറച്ചിയുടെ ലഭ്യത കുറയുകയും വില വളരെയധികം കൂടുകയും ചെയ്തു. സോ വാൾമാറിയെ തിരിച്ചു പിടിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ അന്നത്തെ രാത്രി എല്ലാ സർവേ കോപ്സിനും ഡിന്നറായിട്ട് ഇറച്ചിയാണ് കൊടുക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ഇറച്ചി നേരിട്ട് കാണുന്നതിന്റെ ആക്രാന്തം കൊണ്ടായിരിക്കണം എല്ലാ സർവേ കോപ്സും അതിനു വേണ്ടി അടികൊടുന്നു. ഇതേ സമയം സെഷ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ എല്ലാം ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടി ശ്രമിക്കുന്നു. ജിന്നും കോണിയും ചേർന്ന് അവളെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സർവേ കോപ്സിലുള്ള ആളുകൾക്ക് ഇറച്ചി കിട്ടാറില്ലായിരുന്നു. ഓ പാവങ്ങൾ എന്ന് പറയാണ് മാർലോ. ഇത് കേട്ട് സെഷ അവന്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുന്നു. അങ്ങനെ ജിന്നും കോണിയും കൂടിയും ആക്രാന്തം കാണിക്കുന്ന സെഷയെ ഒരു തൂണിൽ പിടിച്ചു കെട്ടുന്നു. ഈ കിടക്കുന്ന ഇവളാണ് പണ്ട് നമുക്ക് എല്ലാവർക്കും ഇറച്ചി തരാമെന്ന് പറഞ്ഞത്, നിനക്കത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് കോണി. സോ പണ്ട് പീരങ്കികളെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓഫീസറിന്റെ സ്റ്റോറേജിൽ നിന്നും ഒരു ഇറച്ചി കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സെഷ. ഹേയ് അതൊന്നും കുഴപ്പമില്ല, ആ ഭൂമിയൊക്കെ തിരിച്ചു പിടിച്ച് നമുക്ക് ഇഷ്ടം പോലെ കോഴിയെയും പശുവിനെയും ഒക്കെ അങ്ങ് വളർത്താം. വീണ്ടും വീണ്ടും ടൈറ്റനുകൾ ഉള്ളിൽ കിടക്കും. അത് അപ്രത്യക്ഷമായോ? നിന്നോട് സഹതാപമായിരുന്നു തോന്നിയത് എന്ന് ടൈറ്റൻ വന്നതോ ബെർട്ടോൾഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ആലോചിക്കുന്നു. ഹേയ് എറിൻ എന്ന് വിളിക്കുവാണ് കോണി. അതെല്ലാം കഴിഞ്ഞിട്ട് 4 മാസമേ ആയുള്ളോ? അപ്പോ വെറും 4 മാസം കൊണ്ടാണല്ലേ നമ്മൾ ലീവൈ സ്ക്വാഡിൽ കയറി പറ്റിയത് എന്ന് എറിൻ ചോദിക്കുന്നു. അതെ ശരി, വാ നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അത് തണുത്തു പോകും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുതുതായിട്ട് വന്ന മാർലോയെ എന്തുകൊണ്ടാണ് മുൻനിരയിൽ നിർത്താത്തതെന്ന് അവൻ ചോദിക്കുന്നത്. ഇവിടെ എല്ലാവരും റിക്രൂട്ടുകളായിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അവരെ പിടിച്ച് മുൻനിരയിൽ ഇട്ട് കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റാതെ അവരാദ്യം തന്നെ മരിക്കും. അതുകൊണ്ട് എല്ലാം കണ്ടുപഠിക്കാൻ വേണ്ടിട്ടാ നിങ്ങളെ പുറകിൽ നിയമിച്ചിരിക്കുന്നത്. നീയൊക്കെ ചാവാതെ തിരിച്ചു വരാൻ വേണ്ടിട്ടാടാ അത്. പക്ഷെ ഇവിടെ ചിലരുണ്ട്, ശത്രുവിനെ കാണുന്ന സമയത്ത് തന്നെ അവരുടെ മുമ്പിലോട്ട് ചാടിച്ചെല്ലുന്ന തലതെറിച്ചൊരുത്തൻ എന്ന് എറിനെ നോക്കി പറയുവാണ് ജിൻ. നീ എന്തീ പറഞ്ഞു വരുന്നേ? നിന്നെ പറ്റി തന്നെയാടാ തലതെറിച്ചവനെ. ഓ, ഞാനിപ്പോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി. ഞാനൊരു സാധാരണക്കാരനാ, എന്നെ പറ്റി തന്നെ നീ ഇങ്ങനെ പറയുവാണെങ്കിൽ അതിനർത്ഥം നീ ഒരു ഭീരുവാണെന്നല്ലേ? അത് ശരി, നീ എന്താടാ കളിക്കുവാണടാ എന്ന് പറഞ്ഞ അവന്റെ കോളർ കേടിപ്പിടിക്കുവാണ് ജിൻ. നിന്റെ ഈ കുതിരയെ പോലെയുള്ള മുഖത്തിന് ചേരാൻ വേണ്ടിയിട്ടാണോടാ നീ മുടിയെല്ലാം നീട്ടി വളർത്തുന്നേ എന്ന് ജിൻ അവനോട് ചോദിക്കുന്നു. സോ രണ്ടുപേരും അവിടെ കടന്ന് അടികൂടുകയാണ്. ഇതെല്ലാം കണ്ട് മറ്റുള്ളവർ ഒരുപാട് പേർ എൻജോയ് ചെയ്യുന്നു. ഡാ നീ വെല്ലാട് കളിക്കല്ലേ? നിന്റെ ഈ ടൈറ്റൻ ശക്തി ഇല്ലായിരുന്നെങ്കിൽ നീ എത്ര വട്ടം ചാവേണ്ടവനാ. ഇനി അതല്ലെങ്കിൽ തന്നെ നിന്നെ രക്ഷിക്കാൻ മിക്കാസ ഇല്ലായിരുന്നെങ്കിലോ? ഇത് കേട്ട് ടെൻഷനായിട്ട് നിനക്ക് ചാവാൻ അത്രക്കും ധൃതിയായോടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നു തരാമടാ. നീ ആദ്യം നിന്റെ അമ്മയെ ബഹുമാനിക്കാൻ പഠിക്കടാ ജിൻ വാവേ എന്ന് പറഞ്ഞ അവന്റെ വാറ്റിനിട്ട് കൊത്തുവാണ് എറിൻ. സോ ഇവരിവിടെ അടികൂടുന്നത് കണ്ട് ആരും അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നില്ല. അവസാനം ആരെങ്കിലും പിടിച്ചു മാറ്റാൻ വരുമെന്ന് വിചാരിച്ച് തളർന്നുകൊണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഹേയ്, എന്തൊരു ബഹളമാണിത് എന്ന് പറഞ്ഞ അങ്ങോട്ടൊരാൾ വരുന്നു. വേറെ ആരുമല്ല, ക്യാപ്റ്റൻ ലീവായ്. അവരെ രണ്ടുപേരെയും അടിച്ച് താഴെ ഇടുന്നു. മതി, നിർത്തിക്കോ, എല്ലാം പോയി ഉറങ്ങാൻ നോക്കിക്കോ, ഇത് വൃത്തിയാക്കിയതിനു ശേഷം. അങ്ങനെ ഇടിയൊക്കെ കൊണ്ട് അവശനായിരിക്കുന്ന എറിനെയും പൊക്കിക്കൊണ്ട് വരുവാണ് മിക്കാസയും ആർമിനും. ഞാനിത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിക്കുവാണ് എറിൻ. എന്തെങ്കിലും പറ്റിയ പെട്ടെന്ന് എന്നെ ഹീലാവുമല്ലോ, അതുകൊണ്ടാ നിന്നെ തടയാഞ്ഞ്. ഡേയ്, നീ എന്ത് ക്രൂരനാടാ. അങ്ങനെ കുറച്ചു നേരം അവർ ആ സ്റ്റെപ്പിലിരിക്കുന്നു. ഇൻസ്ട്രക്ടർ സാഡിസിനെ കാണാൻ പോയത് നന്നായി. എന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതിന് ഇവിടെ പ്രശസ്തിയില്ല, പക്ഷേ എന്റെ കടമ എനിക്ക് ചെയ്യണം. കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്, പക്ഷെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് സമയം കളഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് അസൂയയായിരുന്നു, ഇവളെ പോലെയോ ക്യാപ്റ്റൻ ലീവയെ പോലെയോ ആവാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷേ ക്യാപ്റ്റനെ ആയാലും നീ ആയാലും ഒന്നും തനിച്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒന്നിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ശക്തരാവുന്നത്. ഈ ലോകത്ത് എല്ലാവരും വളരെ വ്യത്യസ്തരായത് ഇതുപോലൊരു അവസരത്തിൽ അവർ ആവശ്യമായതുകൊണ്ടാണ്. ഇതേ സമയമാണ് അവരുടെ മുമ്പിലൂടെ 2 പേർ പോകുന്നത് അവർ കാണുന്നത്. അതിലൊരാളെ കണ്ട് ഹാനസിനെ പോലെ തോന്നുവാണ് അവർക്ക്. വാൾമാറിയ തിരിച്ചു പിടിച്ച് നമ്മുടെ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കിയതിനു ശേഷം നമ്മൾ മുൻപ് ജീവിച്ചിരുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുവാണ് മിക്കാസ. നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ചില കാര്യങ്ങൾ ഒരിക്കലും തിരികെ കിട്ടില്ല, അതിന് അവരെ കൊണ്ട് നമ്മൾ സമാധാനം പറയിപ്പിക്കും. അത് മാത്രമല്ല, മതിലുകൾക്ക് പുറത്ത് ടൈറ്റനുകളല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വെള്ളം നിറഞ്ഞ സമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം, ഒരായുസ് മുഴുവൻ വറ്റിച്ചാലും തീരാത്തത്ര ഉപ്പ് നിറഞ്ഞ കായൽ, തീ പോലെയുള്ള വെള്ളം, ഐസ് കട്ട കൊണ്ടുള്ള ഭൂമി, കണ്ണെത്താ ദൂരത്ത് മണലുകൾ മാത്രമുള്ള സ്ഥലം. ഞാൻ സർവേ കോപ്സിൽ ചേർന്നത് തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയാ എന്ന് പറയുവാണ് ആർമിൻ. അതെ ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് എറിനും പറയുന്നു. സോ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ശോകമായിട്ടിരിക്കുന്ന എറിനെ ഹാപ്പിയാക്കാൻ വേണ്ടി ആർമിൻ തീരുമാനിക്കുന്നു. ശരി, നമുക്ക് ആദ്യം സമുദ്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ എറിൻ?
നീ നോക്കിക്കോ, ശരിക്കും സമുദ്രമുണ്ട്. ഓ ശരി, എന്നാ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അപ്പൊ നീ സത്യം ചെയ്തല്ലേ, അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. സോ ഇവരിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു മൂലക്കിരുന്ന് ക്യാപ്റ്റൻ ലീവായി കേൾക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. സൂര്യൻ അസ്തമിക്കാറായി. വാൾമാരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാ സർവേ കോപ്സും മതിലുകൾക്ക് പുറത്തോട്ട് പോകുന്നു. അപ്പോഴാണ് ഹാൻജി എന്നുറക്കെ വിളിക്കുന്ന ഒരു ശബ്ദം ഹാൻജി കേൾക്കുന്നത്. ഫ്ലഗിലായിരുന്നു അത്. വിജയിച്ച് തിരിച്ചു വരൂ ഹാൻജി. വാൾമാറിയ തിരിച്ചു പിടിച്ചു വരുന്നത് നോക്കി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. മനുഷ്യരാശിയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാ ക്യാപ്റ്റൻ ലീവായ്. ഒരുപാടധികം നന്ദിയുണ്ട്. എല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് എന്നെ തിരിച്ചു വരണേ എന്ന് എല്ലാ ജനങ്ങളും വിളിച്ചു പറയുന്നു. സോ സർവേ കോപ്സിന് ഇതുപോലൊരു യാത്രയപ്പ് ഇതിനു മുൻപ് കിട്ടിയിട്ടില്ല. വാൾമാറിയെ തിരിച്ചു പിടിക്കാനുള്ള ഓപ്പറേഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾമാറിയുടെ മതിലുകൾക്ക് മുകളിൽ ഇവരെയും കാത്തിരിക്കുന്ന റെയ്നറിനെയും ബെർഡോൾഡിനെയും ആണ്. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.